ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയതെന്ന് കാണിക്കാനാണ്. അപ്പം ഞങ്ങളുടെ മഞ്ഞളുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് മഞ്ഞളുടെ പൊടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തതെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. മഞ്ഞളുടെ അട ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല പച്ച ചെടിയായിരുന്നു മഞ്ഞളുടെ ചെടി. ഇപ്പം ജനുവരി മാസം ആയപ്പോഴത്തേക്കും അതൊക്കെ ഉണങ്ങി, ആ പച്ചപ്പൊക്കെ പോയി ഫുള്ള് നല്ലോണം ഉണങ്ങി വരണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ ഏരിയയിൽ നിറച്ചും മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കളച്ചെടുക്കുകയാണ് ഇപ്പം. അങ്ങനെ മഞ്ഞൾ മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ മെല്ലെ മണ്ണൊന്ന് കളച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞളിൻ്റെ റൂട്ട്സ് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം 2 ബട്ടിയിൽ നിറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതെന്താ ചെയ്യണമെന്ന് നോക്കാം. ഈ മഞ്ഞളെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഇപ്പം ഒരു ബഞ്ചിൽ ഒരുപാട് കുഞ്ഞ് മഞ്ഞളുണ്ടാകുമ്പം അതിൻ്റെ ഓരോ പീസായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വേര് പോലുള്ള ഈ വലിയ വേര് പോലെയുള്ള സാധനങ്ങളും കത്രി ഉപയോഗിച്ച് മുറിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞളെല്ലാം നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. പുറത്തുള്ള മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടാനാണിത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഗാനിക്കലി അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും കളയാതെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മഞ്ഞൾ തിളപ്പിക്കാനാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വെള്ളം തിളക്കാൻ വെക്കാം. അങ്ങനെ മഞ്ഞളൊക്കെ ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ലോണം ക്ലീൻ ആയതിന് ശേഷം നമുക്ക് ഈ തിളക്കണ വെള്ളത്തിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ബാച്ച് ആയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് മഞ്ഞൾ തിളപ്പിക്കാൻ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചട്ടിയാണ്. ഇതിൻ്റെ പാകം അറിയുന്നത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പം നല്ലോണം സോഫ്റ്റ് ആവണം. മഞ്ഞളെല്ലാം നല്ല സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മഞ്ഞൾ എടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത മഞ്ഞളെല്ലാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പം ഈ മുറിച്ചെടുക്കുന്നത് നമ്മുടെ അടുത്ത സ്റ്റെപ്പായ വെയിലത്ത് ഡ്രൈ ചെയ്യാൻ വെക്കുമ്പം പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പം മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മൊത്തത്തിൽ മുറിക്കാതെ വെച്ചിട്ടും ഉണക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെ വെക്കുമ്പം പെട്ടെന്ന് നമുക്ക് ഉണക്കി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ നടുവിൽ കീറിയെടുക്കാം, അല്ലെങ്കിൽ റൗണ്ടായിട്ടും മുറിച്ചിട്ടെടുക്കാം. അതിനുശേഷം നല്ല വെയിലത്ത് ഒരു 5-6 ദിവസം നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കാം. മഞ്ഞൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം പൊട്ടിക്കുമ്പം ഇതുപോലെ ഇരിക്കും.
അങ്ങനെ നമ്മൾ ഉണക്കിയെടുത്ത മഞ്ഞളെല്ലാം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുത്തതാണിത്. നമുക്ക് കുറച്ചായിട്ട് ഉണക്കി വെച്ചതിന് ശേഷം ഉപയോഗാനുസൃതം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.